അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. നമ്മുടെ ഷഹബാസിനെ കൊന്ന ആരോപിതർക്ക് നമുക്ക് അങ്ങനെ മാത്രമേ അവരെ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റു പ്രതികളെ പറയുന്നത് പോലെ പ്രതികളെന്നോ കുറ്റവാളികളെന്നോ പറയാൻ പോലും നമ്മുടെ ഇന്ത്യയിലെ നിയമം നമ്മെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ ഇന്ത്യൻ പൗരൻ നമുക്ക് അത് മാത്രം പറയാൻ അവകാശമുള്ളൂ. ഇന്ത്യയിലെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ നമുക്കൊക്കെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് അനുഭവപ്പെടുന്ന വലിയൊരു സങ്കടം. ഞാനൊരു അധ്യാപകനാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം കുട്ടികൾക്കിടയിലുള്ള സൗഹൃദവും എന്ത് വകവെച്ചുകൊണ്ടാണ് കുട്ടികളെ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നതെന്നൊക്കെ. പക്ഷേ ഇത്തരത്തിലുള്ള ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരാളെ കൊന്നാൽ പോലും പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വളരെയധികം സങ്കടമുണ്ട് പ്രിയമുള്ളവരെ. മനസ്സിൽ ഒരുപാട് സങ്കടം അടക്കി പിടിച്ച് ആ സങ്കടത്തെ ഒതുക്കി തീർക്കുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. പക്ഷെ ഗവൺമെന്റ് വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ആരോപിതരായിട്ടുള്ള ആളുകൾക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധ്യമാണ് എന്നുള്ളതാണ്. പക്ഷേ ഗവൺമെന്റ് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ അവരുടെ പരീക്ഷാഫലം കുറച്ച് ദിവസങ്ങൾ മാത്രം തടഞ്ഞു വെക്കുകയും പിന്നീട് ഇതിന്റെ ചർച്ചകളൊക്കെ ചൂടാറിയപ്പോൾ വീണ്ടും ആ റിസൾട്ട് പുറത്തുവിട്ട് അവർക്ക് മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുക വരെ ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? എങ്ങനെ ഇവരോടൊപ്പം മറ്റു കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും? ഈ സ്കൂളിലേക്ക് ഈ കുട്ടികൾ വരുന്നതോടുകൂടെ അവരോടൊപ്പം ഇരിക്കുന്ന കുട്ടികൾക്ക് കൂടെ ഈ വൈറസ് ബാധിക്കുകയല്ലേ ചെയ്യുക? നമുക്ക് എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത്? തീർച്ചയായും അവർ കുട്ടികളാണ്, അവർ വളർന്നു വരുന്ന ആളുകളാണ്. ഒരു പക്ഷേ ആ ഒരു സമയത്ത് തോന്നിയ ചില തെറ്റിദ്ധാരണകൾ കൊണ്ട്, ചില തെറ്റായ ചിന്തകൾ കൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എങ്കിൽ കൂടെ ചെയ്ത തെറ്റിനൊരു ശിക്ഷ കൊടുക്കുക എന്ന രീതിയിൽ 1 വർഷമെങ്കിലും അവരുടെ പഠനങ്ങളും മറ്റുമൊക്കെ ഡീബാർ ചെയ്യുന്ന ഒരു രീതി കൊണ്ടുവരേണ്ടിയിരുന്നു. നമ്മൾ ആരും വാദിക്കുന്നില്ല അവരെ പൂർണ്ണമായിട്ടും ജീവിതാവസാനം വരെ അവരെ തടവിലിടണം നമ്മൾ പറയുന്നില്ല. പക്ഷെ 1 വർഷമെങ്കിലും കഠിന ശിക്ഷ ലഭിക്കുന്ന ഒരു വലിയൊരു ശിക്ഷയെങ്കിലും അവർക്ക് കൊടുക്കേണ്ടിയിരുന്നു. ഇത് കുട്ടികൾ ഇതിനെ വായിച്ചെടുക്കും. നമ്മുടെ വളർന്നു വരുന്ന തലമുറ എന്ന് പറയുന്നത് സിനിമകളിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിലും ഗെയിംസിലൂടെയൊക്കെ വളർന്നു വരുന്ന തലമുറയാണ്. അവർക്കൊരു പക്ഷേ ഒരു സെക്കൻഡ് ചില തെറ്റിദ്ധാരണയുടെ പേരിൽ വല്ലതും ചെയ്യാൻ തോന്നിയാൽ അവർക്ക് വലിയൊരു ആവേശവും അതുപോലെ തന്നെ വലിയൊരു ഉന്മേഷം കൂടെയാണ് ഈ ഒരു വാർത്തകളൊക്കെ പറയുന്നത്. ഒരാളെ കൊന്നാൽ ഏറിപ്പോയാൽ 1-2 മാസം, പരീക്ഷയ്ക്ക് തടസ്സമില്ല, നമ്മുടെ പഠനത്തിന് തടസ്സമില്ല എന്ന രീതിയിലൊക്കെ അവർക്ക് വലിയൊരു ഉന്മേഷം കിട്ടുന്ന രീതിയിലേക്ക് ഇത് മാറുമെന്നത് തീർച്ചയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ സങ്കടകരമാണ്. ഈ രീതിയിൽ ആണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനിയും ഒരുപാട് കൊലപാതകങ്ങൾ കാണാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നിയമങ്ങൾ മാറേണ്ടതുണ്ട്. നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കഴിവും നൽകട്ടെ എന്ന് കൂടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരു ജീവിച്ചു തുടങ്ങുന്ന കുട്ടികളാണ്. അവർക്ക് ഒരുപാട് കാലം ഈ ലോകത്ത് ഇനിയും സമയമുണ്ട്. നല്ല രീതിയിൽ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അവർക്കും കഴിയട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. കാരണം മക്കളാണല്ലോ. എന്നിരുന്നാലും അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷാ നടപടികൾ കൊടുക്കാൻ 1 വർഷമെങ്കിലും ശിക്ഷാ നടപടികൾ കൊടുക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ കൂടെ നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കണം. അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം എന്നതുകൂടെ മാത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.